ഡിയർ സ്റ്റുഡൻസ്, കെമിസ്ട്രിയുടെ 4ാമത്തെ യൂണിറ്റ് കെമിക്കൽ കൈനറ്റിക്സ് ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ യൂണിറ്റിൽ നിന്ന് ഏകദേശം 4 മാർക്ക് നമുക്ക് ഉള്ളതാണ്. അപ്പൊ എല്ലാവരും യൂണിറ്റ് 4 കെമിക്കൽ കൈനറ്റിക്സ് എന്ന ബുക്കിൽ എഴുതി വയ്ക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കെമിക്കൽ കൈനറ്റിക്സ്. അപ്പൊ കൈനസിസ് എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? മൂവ്മെന്റ്. നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്. കൈനസിസ് എന്ന വേർഡിൽ നിന്നാണ് കൈനറ്റിക്സ് എന്ന വേർഡ് ഉണ്ടായത്. കൈനസിസ് മീൻസ് എന്താണ്? മൂവ്മെന്റ്, ചലനം. ഇതാണ് കൈനസിസിന്റെ മീനിങ്. അപ്പൊ എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷന്റെ വേഗത. 2, ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. സെക്കൻഡ്, ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ്. തേർഡ്, മെക്കാനിസം ബൈ വിച്ച് ദ റിയാക്ഷൻസ് ആർ പ്രൊസീഡ്. തേർഡ് എന്ന് പറയുന്നത് ദ മെക്കാനിസം ബൈ വിച്ച് ദ റിയാക്ഷൻസ് ആർ പ്രൊസീഡ്. ഇപ്പൊ നോക്കൂ, കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുമ്പോ കൈനറ്റിക്സ്, കൈനസിസ് എന്ന മൂവ്മെന്റ്, ചലനം എന്ന അർത്ഥമുള്ള ഗ്രീക്ക് വേർഡായ കൈനസിസിൽ നിന്നാണ് കൈനറ്റിക്സ് ഉണ്ടായത്. അപ്പൊ നമ്മുടെ പാഠത്തിന്റെ പേര് കെമിക്കൽ കൈനറ്റിക്സ് എന്നാണ്. ഇറ്റ് ഡീൽസ് അബൌട്ട്, ഓർ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് അബൌട്ട് എന്തൊക്കെയാണ് പറഞ്ഞോളൂ? ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. സെക്കൻഡ്, ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ്, റേറ്റിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്. തേർഡ്, ദ മെക്കാനിസം ബൈ വിച്ച് ദ റിയാക്ഷൻസ് ആർ പ്രൊസീഡ്. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ് കെമിക്കൽ കൈനറ്റിക്സ്. ഇപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി കാണും. കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം ഒരേ വേഗതയിലല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരുന്നത്. എല്ലാ കെമിക്കൽ റിയാക്ഷനും ഒരേ വേഗതയാണെങ്കിൽ പിന്നെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്ന നമ്മൾ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴ് നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം സെയിം സ്പീഡിലല്ല നടക്കുന്നത്. നമുക്ക് പ്രധാനമായി അത് നമുക്ക് 3ആയി തിരിക്കാം. നമ്പർ 1 എന്ന് പറയുന്നത് വെരി ഫാസ്റ്റ് റിയാക്ഷൻ, വളരെ പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻ. ആൻ എക്സാമ്പിൾ, പ്രിസിപ്പിറ്റേഷൻ ഓഫ് AgCl. നിങ്ങൾ +2 ലാബിൽ ചെയ്യേണ്ട പ്രാക്ടിക്കലാണ്. ക്ലോറൈഡിന്റെ ഒക്കെ ടെസ്റ്റ് ഉണ്ട്. ആ സമയത്ത് സിൽവർ നൈട്രേറ്റ് എടുത്ത് ക്ലോറൈഡ് സാമ്പിൾ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ AgClന്റെ PPT ഉണ്ടാകും, പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാകും. ദാറ്റ് മീൻസ് precipitation of AgCl is very fast. നിങ്ങൾ ഒഴിക്കുന്ന അതേ സ്പോട്ടിൽ നടക്കും. സെക്കൻഡ്, വെരി സ്ലോ റിയാക്ഷൻ. ഇത് ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ, റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രവർത്തനം. അത് വെരി സ്ലോ ആണ്. തേർഡ്, റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് അറ്റ് മോഡറേറ്റ് സ്പീഡ്. എന്ന് വെച്ചാൽ വെരി ഫാസ്റ്റും അല്ല വെരി സ്ലോയും അല്ല. ആൻ എക്സാമ്പിൾ, ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ച്. അപ്പൊ നോക്കൂ, കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് 3ആയി തിരിക്കാം. വെരി ഫാസ്റ്റ് റിയാക്ഷൻ, വെരി സ്ലോ റിയാക്ഷൻ. തേർഡ്, റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് അറ്റ് മോഡറേറ്റ് സ്പീഡ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന പ്രധാന ടേം എന്താണ്? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് വിത്ത് ടൈം. ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, അളവിലുണ്ടാകുന്ന വ്യത്യാസം, ഓഫ് റിയാക്ടൻസ് ഓർ എന്തുമാകാം, പ്രോഡക്ട്സ്, വിത്ത് റെസ്പെക്ട് ടു ടൈം. സമയത്തിനനുസരിച്ച് റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും അളവിലുണ്ടാകുന്ന, കോൺസെൻട്രേഷനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച്, ഇറ്റ് ഈസ് കാൾഡ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഇത് ബൈഹാർട്ട് ചെയ്യണം, ബുക്കിലേക്ക് എഴുതണം. ഇതെല്ലാം ബുക്കിലേക്ക് എഴുതേണ്ടതാണ്. ഒരു പ്രധാന പോയിന്റ് ആണ് ഡിഫൈൻ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു എന്താണ്, ടൈം. ഇനി നമുക്കൊരു സാങ്കല്പിക റിയാക്ഷൻ നോക്കാം. ഈ സാങ്കല്പിക റിയാക്ഷൻ വെച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന പുതിയ ടേം ആണ് ആവറേജ് റേറ്റ്. ഇപ്പൊ കേട്ടത് വെറും റേറ്റ് ആണ്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണ്? ആവറേജ് റേറ്റ്. അപ്പൊ കൺസിഡർ എ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ, ഒരു സാങ്കല്പിക റിയാക്ഷൻ, ദാറ്റ് ഈസ് R gives P. റിയാക്ടൻസ് കൺവേർട്സ് ഇൻടു പ്രോഡക്റ്റ്. ഒരു സാങ്കല്പിക റിയാക്ഷൻ ആണ്. R gives P. റിയാക്ടൻസ് എന്തായിട്ട് മാറുന്നു? പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നു.
ഇതിന്റെ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ നോക്കുക. ഡിക്രീസ്, താഴേക്കുള്ള ആരോ ഡിക്രീസ് ആണ്. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ എങ്ങനെയാണ് ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുന്നത്? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ ടൈം ടേക്കൺ. നോക്കുക, ആവറേജ് റേറ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ ടൈം ടേക്കൺ. അപ്പൊ ഡിക്രീസ് എന്ന് വെച്ചാൽ ഒരു ചേഞ്ച് ആണ്. ചേഞ്ചിനെ കാണിക്കുന്ന സിമ്പൽ ഡെൽറ്റയാണ്. അപ്പൊ എന്ത് എഴുതാം? ഡെൽറ്റ ഓഫ് ആർ ബൈ ഡെൽറ്റ ടി. അവിടെ ഒരു മൈനസ് കണ്ടോ? ആ മൈനസ് എന്തുകൊണ്ട് വരുമെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം, അതോടെ നിൽക്കട്ടെ. ഓർ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ടൈം ടേക്കൺ. അപ്പം റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനകത്തുണ്ടാകുന്ന കുറവ് അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷനകത്തുണ്ടാകുന്ന കൂടുതൽ ബൈ ടൈം ടേക്കൺ. ഇൻക്രീസും ഒരു ചേഞ്ച് ആണ്. അപ്പൊ അതിന് പകരം എന്ത് കൊടുക്കാം? ഡെൽറ്റ പി ബൈ എന്ത് കൊടുക്കാം? ഡെൽറ്റ ടി. ഓക്കെ, അപ്പോഴ് ചാപ്റ്ററിന്റെ പേര് കെമിക്കൽ കൈനറ്റിക്സ് എന്നാണ്. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് chemistry which deals with the study of rate of chemical reaction, then the factors affecting the rate and the mechanism by which a reaction is proceeded. Then we can classify the reactions into three types according to their rate. They are very fast, very slow. Third, reactions takes place at moderate speed. Then we studied rate of a chemical reaction. It is the change in concentration of reactant or product with time. Change in concentration of reactant or product with time. പിന്നെ പഠിച്ചത് ആവറേജ് റേറ്റ് ആണ്. അതിലൊരു സാങ്കല്പിക റിയാക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ആർ ഗീവ്സ് പി. അവിടെ ആർ റിയാക്ടന്റ് ആണ്, പി പ്രോഡക്റ്റ് ആണ്. ദെൻ ആവറേജ് റേറ്റ് ഈക്വൽസ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ ടൈം ടേക്കൺ. ഡിക്രീസ് ഒരു ചേഞ്ച് ആണ്. അപ്പൊ അതിന് ഡെൽറ്റ കൊടുക്കാം. ഡെൽറ്റ ഓഫ് ആർ ബൈ ഡെൽറ്റ ടി. അവിടെ മൈനസ് എന്തുകൊണ്ട് വരുമെന്ന് വഴിയെ പറയും. ഓർ റിയാക്ടൻസ് കുറയുക മീൻസ് പ്രോഡക്റ്റ് കൂടുക എന്നുള്ളതാണ്. ഓർ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ടൈം ടേക്കൺ. ഇൻക്രീസും ഒരു ചേഞ്ച് ആണ്. അപ്പൊ അതിനെ കാണിക്കാൻ ഡെൽറ്റ കൊടുക്കാം. ദെൻ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഇത്രയും ബുക്കിലേക്ക് നിങ്ങൾ എഴുതണം. ഓക്കെ, ആവറേജ് റേറ്റിന് ശേഷം നമ്മൾ പഠിക്കുന്ന പുതിയ ടേമാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അപ്പൊ എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സെക്കൻഡിൽ, അപ്പൊ ആ ഒരു സെക്കൻഡ് മാത്രമേ ഉള്ളൂ, ആ ഒരു പ്രത്യേക സെക്കൻഡില് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ of any one of the reactant or product at a particular instant. അപ്പൊ നമ്മളെ നോക്കുന്ന ഇൻസ്റ്റന്റിലുള്ള എനി വൺ ഓഫ് ദ റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റിന്റെ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ആണ് എന്ത് റേറ്റ്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഓക്കെ, ഇപ്പൊ ഡെഫിനിഷൻ കിട്ടിയല്ലോ. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അപ്പൊ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ അവിടെ ടൈം ഗ്യാപ്പ് ഇല്ലെന്നാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ ടി എത്രയാണ്? 0 ആണ്. അവിടെ ഗ്യാപ്പ് വരത്തില്ല. നിങ്ങൾ നോക്കുന്ന ഒരു ഇൻസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ടൈം ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് ഡെൽറ്റ ടി അവിടെ എത്രയാണ്? 0 ആണ്. അങ്ങനെ ഡെൽറ്റ ടി 0 ആകുമ്പോൾ ഉള്ള റേറ്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അത് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ്? ആർ ഇൻസ്റ്റ് എന്ന് എഴുതിയാണ്. നോക്കുക, ബോർഡിലുണ്ട്. അത് കാണിക്കുന്നത് എങ്ങനെയാണ്? ആർ ഇൻസ്റ്റ് എന്ന് വെച്ചാണ്. ബാക്കി നമുക്കറിയാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആകുമ്പോഴത്തേക്ക് ഡെൽറ്റ ഇല്ലല്ലോ. അതിന് പകരം എന്താണ്? ഡി ആണ്. ദാറ്റ് ഈസ് മൈനസ് ഡി ആർ ബൈ ഡി ടി, അല്ലെങ്കിൽ എന്തായിരിക്കും? ഡി പി ബൈ ഡി ടി. ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് എന്തുകൊണ്ടാണ് മൈനസ് കൊടുക്കുന്നതെന്ന് പറയാമെന്ന് പറഞ്ഞു. കാര്യം റേറ്റ് ആൾവേസ് എന്ത് വാല്യൂ ആണ്? അവിടെ ബോക്സിലുണ്ട്. ഇറ്റ് ഈസ് ആൾവേസ് പോസിറ്റീവ്. അപ്പൊ റേറ്റ് ആൾവേസ് പോസിറ്റീവ് ആയതുകൊണ്ട് ആലോചിച്ച് നോക്കുക, ഡി ആർ ബൈ ഡി ടി എന്ന് പറയുമ്പം ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷനാണ്. അപ്പൊ അവിടെ വരേണ്ട വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും.
ആ നെഗറ്റീവിന് ഇപ്പുറത്തുള്ള നെഗറ്റീവ് കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ എന്താകും? പോസിറ്റീവ് ആകും. അപ്പോൾ ഈ റേറ്റിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് എക്സ്പ്രഷനകത്ത് എന്ത് കൊടുത്തേക്കുന്നത്? -dr/dt എന്ന് നമ്മൾ കൊടുത്തേക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ശരി. ഇനി എന്താണ് റേറ്റിന്റെ യൂണിറ്റ്? റേറ്റ് എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ്. റേറ്റ് മീൻസ് കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ്. അതുകൊണ്ട് കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ (10⁻⁻1). ബൈ ടൈം എന്ന് പറയുമ്പം (10⁻⁻1). ഇപ്പൊ യൂണിറ്റ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത് മോൾ (10⁻⁻1) (10⁻⁻1). ഇനി ആ റിയാക്ഷനകത്തുള്ള ആൾക്കാരെല്ലാം ഗ്യാസ് ആണെങ്കിൽ യൂണിറ്റ് ഒന്ന് മാറും. അറ്റ്മോസ്ഫിയർ (atm/s) ആകും. ആ റിയാക്ഷനകത്തുള്ള ആൾക്കാരൊക്കെ ഗ്യാസ് ആണെങ്കിൽ യൂണിറ്റ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? atm, അറ്റ്മോസ്ഫിയർ പെർ എന്താണ്? സെക്കൻഡ് ആണ്. അപ്പൊ അതും കിട്ടിയല്ലോ. പുതിയ ടേം ആണ് ഓവറാൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഇപ്പൊ ചില റിയാക്ഷനകത്ത് there are several reactants or products are present. At that time we cannot accurately calculate individual rates because there are stoichiometric coefficients are present which affect the rate of a reaction. പ്രശ്നം പിടികിട്ടിയല്ലോ. Sometimes there are several reactants and products are present in the chemical reaction. At that time we cannot able to calculate the individual rates of various components. എന്തുകൊണ്ടാണ്? Because here the rate depends on stoichiometric coefficients. That is ഈ ലെഫ്റ്റ് കിടക്കുന്ന 2, ദാ ഇവിടുത്തെ 3, ഈ 4, these are stoichiometric coefficients. നമ്മൾ വീണ്ടും ഒരു ഹൈപ്പോതെറ്റിക്കൽ റിയാക്ഷൻ എടുക്കുകയാണ്. ദാറ്റ് ഈസ് A+2B gives 3C+4D. ഇറ്റ് ഈസ് എ ഹൈപ്പോതെറ്റിക്കൽ റിയാക്ഷൻ. ഈ റിയാക്ഷനകത്ത് എ എന്ന് പറയുന്നത് ആരുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്? ബിയുമായിട്ടാണ്. പക്ഷെ ഒരു എക്ക് കമ്പൈൻ ചെയ്യാൻ എന്ത് വേണം? 2 ബി വേണം. എന്ന് വെച്ചാൽ എയേക്കാൾ പെട്ടെന്ന് ബി എന്ത് ചെയ്യുന്നു? തീർന്നു പോകുന്നു. ശരിയല്ലേ? ഒരു എയോട് പ്രവർത്തിക്കാൻ 2 ബി വേണം. ദെൻ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി, ബിയുടെ അളവിലുണ്ടാകുന്ന കുറവെന്ന് പറയുന്നത് എയുടെ അളവിലുണ്ടാകുന്ന കുറവിന്റെ 2 മടങ്ങാണ്. ശരിയല്ലേ? ദാറ്റ് ഈസ് 2 ഇൻറ്റു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. കാര്യം എയുടെ 2 മടങ്ങ് ബി വേണ്ടി വരുന്നു. അപ്പൊ പെട്ടെന്ന് തീരുന്ന ആരാണ്? ബി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എയുടെ എത്ര മടങ്ങ്? 2 മടങ്ങ്. അപ്പോൾ അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 എന്ന് നമ്മൾ എഴുതി കാണിക്കും. എങ്കിൽ ബി കുറയുകയാണ്. എന്നാൽ അതേസമയം അവിടെ സി എന്താണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തെഴുതാം? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സി എന്ന് എഴുതാം. ബിക്കോസ് സി ഈസ് എ പ്രോഡക്റ്റ്. അപ്പൊ എയുടെ 3 മടങ്ങാണ് എന്തുണ്ടാകുന്നത്? സി ഉണ്ടാകുന്നത്. ശരിയല്ലേ? അപ്പോഴത്തേക്ക് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് എയുടെ എത്ര മടങ്ങ്? 3 മടങ്ങ്. അപ്പൊ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സി സമം റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്, ഫോർമേഷൻ അല്ല, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എയുടെ എത്ര മടങ്ങ്? 3 ടൈംസ്. അപ്പൊ റേഷ്യോ എങ്ങനെ എഴുതാം? 3:1 എന്ന് എഴുതാം. എങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിക്കുക. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഡി നോക്കൂ. ഡിയുടെ റേറ്റ് ഓഫ് ഫോർമേഷൻ എങ്ങനെ എഴുതാം? എയുടെ 4 മടങ്ങാണ്. അപ്പൊ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. അപ്പൊ റേഷ്യോ എത്ര കിട്ടി? 4:1 കിട്ടി. ഓക്കെ. അപ്പൊ നമുക്കിനി എന്ത് വേണം? ഈ ഓവറാൾ റേറ്റിന് ഒരു യുണീക്ക് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കിട്ടിയ ഇൻഡിവിജ്വൽ റേറ്റ്സിനെ അതിൻ്റെതായ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഓവറാൾ റേറ്റ് ഓരോ ആൾക്കാർക്കും കിട്ടുന്നതിന് വേണ്ടി ഇപ്പം കിട്ടിയ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതിനകത്തുള്ള ഇൻഡിവിജ്വൽ റേറ്റ്സിനെ അതിൻ്റെതായ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നോക്കൂ നിങ്ങൾ,
ഓവറോൾ റേറ്റ് എന്ന് പറയുന്നത് എയുടെ ലെഫ്റ്റ് സൈഡിൽ 1 ആണ്. അപ്പം എന്ത് ചെയ്യുന്നു? ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് ഡയറക്റ്റ് അങ്ങ് എഴുതും. കാര്യം 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വ്യത്യാസമില്ല. അപ്പം അവിടെ മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി. ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? കുറച്ചു മുന്നേ പറഞ്ഞു, ഇവിടെ എ എന്താണ്? റിയാക്റ്റൻ്റ് ആണ്, അത് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. പക്ഷെ റേറ്റ് എന്തേ ആകാവൂ? പോസിറ്റീവ് വാല്യൂവേ ആകാവൂ. അതുകൊണ്ടാണ് ആ മൈനസിൻ്റെ കൂടെ ഈ മൈനസ് ഇടുമ്പോഴത്തേക്ക് അത് റേറ്റ് എന്താകും? പ്ലസ് ആകും. ആ പോകുന്ന എയുടെ കുറവിന് ഈക്വൽ ആണ്, നമ്മൾ പറഞ്ഞില്ലേ, എയുടെ കുറവിന് ഈക്വൽ ആണ് -1/2 ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി. അവിടെ ബിയും റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് കൊടുക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ബിയുടെ റേറ്റിന് യുണീക്ക് വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യണം? ബിയുടെ സ്റ്റോഷിയോമെട്രിക് വാല്യൂ കൊണ്ട് ആ ടേമിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ബിയുടെ സ്റ്റോഷിയോമെട്രിക് വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? -1/2 2 വെച്ച് ഡിവൈഡ് ചെയ്തു. ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു അപ്പോൾ സിയുടെ കേസ് നോക്കിയാണ്. സി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ മൈനസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവിടെ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ 3 കൊണ്ട് ആ ടേമിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ കിട്ടും? +1/3 ഇൻറ്റു ഡെൽറ്റ സി ബൈ ഡെൽറ്റ ടി. എങ്കിൽ ഡിയുടെ എങ്ങനെ പറയാം? അവിടെ 4 ആണ് കിടക്കുന്നത്, ഡി പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പ്ലസ് 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 1/4 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഇനി നിങ്ങൾ ഒരുപാട് ആൾക്കാരുള്ള റിയാക്ഷൻ്റെ ഓവറോൾ റേറ്റ് എഴുതാൻ പറഞ്ഞാൽ ഈ രീതിയിലാണ് എഴുതി കാണിക്കേണ്ടത്. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ ഒരു കോമൺ റിയാക്ഷൻ AA പ്ലസ് BB ഗീവ്സ് CC പ്ലസ് DD. ഇവിടെ ബോക്സിലുണ്ട് AA പ്ലസ് BB ഗീവ്സ് CC പ്ലസ് DD. ഇതിൻ്റെ ഓവറോൾ റേറ്റ് എഴുതുമ്പോഴത്തേക്ക് എങ്ങനെ എഴുതും? എയുടെ ലെഫ്റ്റ് സൈഡ് നോക്കണം. അവിടെ സ്മോൾ എ ആണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യണം? ആ ടേമിനെ ഡിവൈഡ് ചെയ്യണം. ഇനി എ റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് അവിടെ എന്ത് ചിഹ്നവും കൊടുക്കണം? മൈനസും കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ എഴുതാം? -1/a കണ്ട ബ്രാക്കറ്റിനകത്ത് ഇൻറ്റു ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ ബി ആണ് സ്റ്റോഷിയോമെട്രിക് വാല്യൂ, അത് വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/b ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി. അവിടെ ബി എന്ന് പറയുന്നത് റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് എന്ത് ചിഹ്നം? മൈനസ്. ഈക്വൽസ് സിയുടെ കേസ് എഴുതുമ്പം 1/c ഡെൽറ്റ സി ബൈ ഡെൽറ്റ ടി. അവിടെ മൈനസ് വേണ്ട, ബിക്കോസ് സി ഈസ് പ്രോഡക്റ്റ്. ഈക്വൽസ് ഡിയുടെ ലെഫ്റ്റ് സൈഡ് സ്മോൾ ഡി ആണ്, ദാറ്റ് ഈസ് 1/ അവിടെ സ്മോൾ ഡി ആണ്, അവിടെ ക്യാപിറ്റൽ ഡി മാറ്റി എന്താക്കുക? സ്മോൾ ഡി ആക്കുക. പ്ലസ് 1/, സ്മോൾ ഡി ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡെൽറ്റ ടി. അങ്ങനെയെങ്കിൽ ഞാൻ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് R ഇൻസ്റ്റ് എന്ന് പറയുന്നത് ഈ റിയാക്ഷൻ്റെ, ഇപ്പോൾ നമ്മൾ തന്ന റിയാക്ഷൻ്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? -1/a. അവിടെ മാറ്റമില്ല. ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആകുമ്പോൾ എന്താക്കണം? dA ബൈ dt. സിമിലർലി ബിയുടെ എങ്ങനെ എഴുതാം? -1/b dB ബൈ dt. അപ്പോൾ സിയുടേത് +1/c dC ബൈ dt. ഓക്കെ, അപ്പോൾ ഡിയുടേത് +1/d dD ബൈ dt. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ്, റേറ്റ് ഡെഫിനിഷൻ, ദെൻ ആവറേജ് റേറ്റ്, അതിനുശേഷം ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. അവിടെ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആണ്. ദെൻ ആർ ഇൻസ്റ്റ് ഈക്വൽസ് -dr. അവിടെ ഡെൽറ്റയ്ക്ക് പ്രാധാന്യമില്ല, കാര്യം ഒരു ഇൻസ്റ്റന്റ് മാത്രം എടുക്കുമ്പം ഡി എ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ഇറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു dP ബൈ dt. ഇനി നമ്മൾ പറഞ്ഞു റേറ്റ് ആൾവേസ് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് റിയാക്ടൻസിൻ്റെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ മൈനസ് കൊടുക്കുന്നത്. കാര്യം റിയാക്ടൻസിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആൻസർ മൈനസ് ആയിരിക്കും. ആ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറും. ഇനി യൂണിറ്റ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത് മോൾ L⁻⁻1 S⁻⁻1 ആണ്. ഇനി ആ റിയാക്ഷനാ തന്നേക്കുന്ന ആൾക്കാരൊക്കെ എന്താണെങ്കിൽ ഗ്യാസ് ആണെങ്കിൽ റേറ്റിൻ്റെ യൂണിറ്റ് ATM S⁻⁻1 ആണ്.
പിന്നെ ഞാൻ പറഞ്ഞത് ചില കെമിക്കൽ റിയാക്ഷനകത്ത് ഒരുപാട് റിയാക്ടൻസും പ്രോഡക്ട്സും ഒക്കെ കാണും. അവിടെ സ്റ്റോഷിയോമെട്രിക് വാല്യൂ കാണും. അറ്റ് ദാറ്റ് ടൈം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഓവറാൾ റേറ്റ് കണ്ടുപിടിക്കാം. അതിനുള്ള വഴികൾ A+2B വെച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ സ്റ്റോഷിയോമെട്രിക് വാല്യൂ എത്രയാണോ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? റെസ്പെക്റ്റീവ് ടേംസിനെ ഡിവൈഡ് ചെയ്താൽ ആ സ്പീഷീസിന്റെ മാത്രം യുണീക്ക് ആയിട്ടുള്ള റേറ്റ് കിട്ടും. അവിടെ ശ്രദ്ധിക്കേണ്ടത് റിയാക്ടൻസ് ആണെങ്കിൽ മൈനസ് കൊടുക്കണം, പ്രോഡക്ട്സ് ആണെങ്കിൽ പ്ലസ് കൊടുക്കണം. ദെൻ തൊട്ട് താഴെ ഒരു കോമൺ റിയാക്ഷൻ ഉണ്ട്, AA+BB ഗീവ്സ് CC+DD. അവിടെയും ഞാൻ ഓവറാൾ റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി റെഡിയായിട്ട്